2500 ഡിഗ്രി സർട്ടിഫിക്കറ്റുകളിൽ തീരുമാനമെടുക്കാതെ അലംഭാവം കാട്ടുകയാണ് VC എന്നാണ് സിൻഡിക്കേറ്റ് അംഗം കൂടിയായ മുരളീധരൻ പറയുന്നത്. രജിസ്ട്രാറിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങൾ നടക്കുന്നുണ്ട്. VCയുടെ തീരുമാനം ആവശ്യമുള്ള കാര്യങ്ങളിലാണ് പ്രശ്നങ്ങൾ വരുന്നതെന്നും വിമർശനം. ഇവിടെ രജിസ്ട്രാർ KS അനിൽകുമാർ എല്ലാ ദിവസവും ഇവിടെ വരുന്നുണ്ട്. അദ്ദേഹം ഫയൽ നോക്കുന്നുണ്ട്. VC കാണേണ്ടാത്ത ഫയൽ മുഴുവൻ അദ്ദേഹം തീർപ്പ് കൽപ്പിച്ച് വിടുകയും ചെയ്യുന്നുണ്ട്. VC കാണേണ്ട ഫയലുകൾ കൃത്യമായി അദ്ദേഹം DDFS വഴി നോക്കി വരുന്നതനുസരിച്ചിട്ടുള്ള ഫയലുകൾ വിടുന്നുണ്ട്. പക്ഷേ വിടുന്ന വേഗത്തിൽ തന്നെ താൽക്കാലിക വൈസ് ചാൻസലർ തിരിച്ചയക്കുകയാണ്. അത് മാത്രമേ ഉള്ളൊരു പ്രതിസന്ധി. 2500ഓളം വരുന്ന ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്തിരിക്കുക. അത് ഈ രജിസ്ട്രാറുടെ ഇഷ്യൂ ആയി ഒരു ബന്ധമില്ലല്ലോ. അദ്ദേഹം അത് ഒപ്പിട്ടെങ്കിൽ മാത്രമല്ലേ കുട്ടികൾക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതെന്താ ചെയ്യാത്ത? 16-17 ദിവസമായില്ലേ ഇവിടെ വന്നിട്ട്? ഇല്ല, ഭരണസ്തംഭനം ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. ചില ഫയലുകൾ പിടിച്ചു വെക്കുന്നു, അതിൻ്റെ പ്രശ്നമേ ഉള്ളൂ. രജിസ്ട്രാർ മാത്രം കണ്ടുപോകേണ്ട ഫയലുകൾ കൃത്യമായി രജിസ്ട്രാർ കണ്ടുപോകുന്നുണ്ട്. VC ചെയ്യേണ്ട ജോലികൾ VC ചെയ്യുന്നില്ല. ആ പ്രതിസന്ധിയുള്ളൂ ഇവിടെ, അല്ലാതെ വേറൊന്നുമില്ല. തിരുവനന്തപുരത്ത് പ്രശാന്ത് കൃഷ്ണ നമുക്കിപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രശാന്ത്, തന്റെ പരാതികളെല്ലാം ഇപ്പോൾ ചാൻസലർക്ക് മുന്നിൽ VC ഡോക്ടർ മോഹൻ കുന്നുമേൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതുവരെ മൂകസാക്ഷിയായിരുന്നു ഗവർണർ ഈ വിഷയത്തിൽ, നേരിട്ട് ഇടപെട്ടിരുന്നില്ല. ഇനി ഒരു പക്ഷേ ചാൻസലറിന്റെ അധികാരം അത് അദ്ദേഹം വിനിയോഗിക്കാനുള്ള സാധ്യത കൂടി നമ്മൾ മുന്നിൽ കാണുകയാണ്. അപ്പോൾ ഇനി എന്ത് പ്രതീക്ഷിക്കണം കേരള സർവകലാശാലയിൽ? ആര്യ, ഒരു കാര്യം വ്യക്തമായി തന്നെ പറയാം. ഇന്നിപ്പോൾ ചാൻസലർ, അതായത് ഗവർണർ രാജേന്ദ്ര അർലേക്കർ തൃശ്ശൂരിൽ വെച്ച് വൈസ് ചാൻസലർ മോഹൻ കുന്നുമലിനെ കണ്ടിരുന്നു. ഈ കണ്ടപ്പോൾ ഇതുവരെ സർവകലാശാലയിൽ നടന്ന കാര്യങ്ങൾ മുഴുവൻ ഗവർണർക്ക് മുൻപാകെ മോഹൻ കുന്നുമൽ വിശദീകരിച്ചു. അപ്പോൾ ഗവർണർ നൽകിയിരിക്കുന്നത് ഒരു വിട്ടുവീഴ്ചയും വേണ്ട, ഇപ്പോൾ എങ്ങനെയാണോ മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ പോയാൽ മതി എന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതായത് ഇനി ഇതൊരു പ്രശ്നം, ഒരു പ്രതിസന്ധി സർവകലാശാലയിൽ നിലനിൽക്കുന്നു. സർവകലാശാലയിൽ ഒരു ഭരണ പ്രതിസന്ധി തന്നെയാണ്. കാരണം വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റുകൾ VC ഒപ്പിടേണ്ടതുണ്ട്. VC ഒപ്പിടേണ്ട 400 സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് അദ്ദേഹം തന്നെ ഇന്ന് തൃശ്ശൂരിൽ തുറന്ന് സമ്മതിച്ചാണ്. അപ്പോൾ അത് തനിക്ക് ഒപ്പിടാൻ സാധിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ. പക്ഷേ ഇവിടെ ഒരു സംഘർഷഭരിതമായ സാഹചര്യമായതുകൊണ്ട് താൻ വരില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇനി ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കും എന്ന് രാജ്ഭവൻ വൃത്തങ്ങളോട് നമ്മൾ ആരായുമ്പോൾ മുഖ്യമന്ത്രി വരട്ടെ, മുഖ്യമന്ത്രി വന്ന ശേഷം ഇക്കാര്യങ്ങളിൽ ഇനിയൊരു പരിഹാരം പ്രതീക്ഷിച്ചാൽ മതി എന്നത് തന്നെയാണ്. അപ്പോൾ മുഖ്യമന്ത്രി വന്ന ശേഷമേ എന്തെങ്കിലും ഒരു സർവകലാശാലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു നീക്കുപോക്കുകൾ ഉണ്ടാകൂ എന്ന് വേണം, അല്ലെങ്കിൽ രാഷ്ട്രീയ സംവാദങ്ങൾ ഉണ്ടാകൂ എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും സിൻഡിക്കേറ്റ് അംഗം ഇപ്പോൾ ഇത് ഈ വൈസ് ചാൻസലറുടെ സിൻഡിക്കേറ്റും VCയും ഇങ്ങനെ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഒരുപാട് വിദ്യാർത്ഥികളുടെ ഭാവിയാണ് പ്രതിസന്ധിയിലാകുന്നത്. അപ്പോൾ ഇതിൽ എത്രയും വേഗം ഒരു തീരുമാനം ഉണ്ടാകേണ്ടതാണ്. മുഖ്യമന്ത്രി വന്ന ശേഷം തീരുമാനങ്ങൾ എടുക്കുമെന്ന് പറയുന്നു. അത് ഏത് രീതിയിൽ പോകുമെന്നതൊക്കെ നോക്കി കാണേണ്ടതാണ്.